കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പട്ടയ അസംബ്ലി ചേർന്നു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. കുട്ടമ്പുഴയിലെ റോഡിനോട് ചേർന്നുള്ള റവന്യൂ പുറമ്പോക്കുകളിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി സർക്കാർ ഉത്തരവിറക്കിയതായി MLA പറഞ്ഞു. തഹസിൽദാർ M. അനിൽകുമാർ, സജിമോൻ മാത്യു, ഗോപി മുട്ടത്ത്, കാന്തി വെള്ളക്കയ്യൻ, ജെയിംസ് കോറമ്പേൽ, KA നൌഷാദ്, AA രമണൻ, ജിജോ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ വീടുകൾക്ക് G-ബിൻ വിതരണം ചെയ്തു. വീടുകളിലെ ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്നതിനുള്ള G-ബിന്നുകളാണ് മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KA നൌഷാദ്, KV തോമസ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, PR ഉണ്ണികൃഷ്ണൻ, എൽദോസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് G-ബിന്നുകളുടെ വിതരണം നടത്തിയത്. 3 ലക്ഷത്തിൽ പരം രൂപ ഇതിനായി ചിലവഴിച്ചു. ഒരു സൗകര്യം നഗരസഭ ചെയ്തു തരുമ്പോൾ ജനങ്ങളെ തന്നെയോട് നന്നായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനം വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതായത് കോതമംഗലത്തിൻ്റെ പൊതുസമൂഹം നന്നായി തന്നെ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ഇപ്പോൾ നമുക്കറിയാം, ബയോമൈനിങ് അടക്കമില്ലേ, നമ്മുടെ ഡംപിങ് യാർഡിൽ ബയോമൈനിങ് അടക്കം നമ്മൾ നേരത്തെ നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. ബ്രഹ്മപുരം കേരളവും രാജ്യവും മാത്രമല്ല ലോകമാകെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ ബ്രഹ്മപുരത്തെ മാലിന്യമാല ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ നമ്മുടെ ബഹുമാനായ മന്ത്രി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. അപ്പോൾ അസാധ്യമെന്ന് കരുതിയിരുന്നതാണ് അവിടെ സാധ്യമാക്കിയത്. ബ്രഹ്മപുരം കൊച്ചിയിലെ മുഴുവൻ മാലിന്യങ്ങളും വർഷങ്ങളായി ഡംപ് ചെയ്തിരുന്നൊരു പ്രദേശമാണ്. അത് ബ്രഹ്മപുരത്ത് നേരിട്ടെത്തുക മാത്രമല്ല, അതിന് കിലോമീറ്റർ അകലെ കൂടി പോകാൻ പോലും കഴിയാത്ത അത്ര ദുസ്സഹമായ സാഹചര്യത്തിലായിരുന്നു ആ പ്രദേശം കടന്നിരുന്നത്. GTV ന്യൂസ് കോതമംഗലം.